ഇന്ന് നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ ഒരു പൂവിനെ പറ്റി പരിചയപ്പെടാം. അത് കനകാംബരം പൂവാണ്. നൊസ്റ്റാൾജിയ വരുന്ന പൂവാണത്. പണ്ട് കാലത്തൊക്കെ മുല്ലപ്പൂമാലയിലൊക്കെ ഇടയിൽ കെട്ടണ ഒരു പൂവാണിത്. പിന്നെ ഇത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിലാണ് നല്ലോണം ഉണ്ടാവുക. ശ്രീലങ്ക, തമിഴ്നാട്, കർണാടക അങ്ങനെ എല്ലാ സ്ഥലത്തും ഇത് നല്ലോണം ഉണ്ടാവുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ ഇത് നല്ലോണം വരുമാനം കിട്ടണ ഒരു മാർഗമായിട്ട് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത് കൃഷി ചെയ്യുന്നുണ്ട്. ഇത് നല്ല കളറാണ് കണ്ട. ഇത് ഓറഞ്ച് കളറിലുണ്ട്, മഞ്ഞ കളറിലുണ്ട്, വൈറ്റ് കളറിലുണ്ട്, അതുപോലെ തന്നെ യെല്ലോ കളറിലുണ്ട്. അപ്പം നമുക്കിത് ഈ പൂവ് നല്ലോണം ഉണ്ടാവും. എല്ലാ കാലത്തും നമ്മുടെ തോട്ടത്തിൽ പൂവ് നിറഞ്ഞ് നിൽക്കണ ഒരു ചെടിയാണിത്. ഇത് ഹൈബ്രിഡ് മോഡലായ കാരണമാണ് ബുഷ് ടൈപ്പായിട്ട് ഉണ്ടാവണത്. ഇതിപ്പോൾ ലീഫിനൊക്കെ നല്ല പച്ചയും പൂവ് നല്ലൊരു ഓറഞ്ച് പോലത്തെ കളർന്ന ഒരു കളറാണ്. ഗാർഡനിൽ നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണ് ഈ ചെടി നിൽക്കുന്നത് കാണാൻ. പടിയിൽ പൂ വിരിഞ്ഞ് വരുമ്പോഴേക്കും ഇവിടുന്ന് വിരിഞ്ഞ് കൊഴിഞ്ഞ് പോയിട്ടാണ് ഇങ്ങനെ മുകളിലേക്ക് എത്തണത്. ഇതൊക്കെയാണ് ഒരേ ഫ്ലവറാണിത്. അപ്പോൾ ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പൂവ് പെട്ടെന്ന് വാടും. അതുപോലെ തന്നെ മണവും കുറവാണ്. അത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ. അത് കാരണം ഇങ്ങനെ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത്രയും സക്സസ് ആവാത്തത്. അതുപോലെ തന്നെ മണം ഉണ്ടാവില്ല. ഇതാണ് അതിൻ്റെ വിത്ത്. കണ്ട, ഇതിൻ്റെ ഉള്ളിൽ ഇതൊക്കെ വിത്ത് പാകമാകുമ്പോൾ പൊട്ടിത്തെറിച്ച് അടുത്തൊക്കെ വീണിട്ട് അത് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ചെടി പ്രൊപ്പഗേറ്റ് ചെയ്യണത്. അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ടും ഇത് പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യാം നമുക്ക്. പിന്നെ ഒരേ പൂവുണ്ടായി കഴിഞ്ഞാൽ പ്രൂണിങ് നടത്തണം. എന്നാലും നല്ല എള്ള പൊട്ടി ഇങ്ങനെ ഉണ്ടാവുള്ളൂ. കനകാംബരത്തിൻ്റെ വേറൊരു പേരാണ് ക്രൊസാൻഡ്ര. പിന്നെ ഫയർ ക്രാക്കർ എന്ന് വെച്ചാൽ ഫയർ ക്രാക്കർ എന്ന് പറഞ്ഞാൽ വിത്ത് ഉണ്ടാവുമ്പോൾ പൊട്ടി ഇങ്ങനെ മുളച്ച് വരണ കാരണമാണ് ഫയർ ക്രാക്കർ എന്നൊരു പേരും വന്നുള്ളത്. പിന്നെ വേറൊരു പേരാണ് ബ്ലോസം ഓഫ് ജംഗിൾ. ഒരു ശുശ്രൂഷയും വേണ്ടാണ്ട് നിറവ് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണിത്. ഇത് ഗാർഡനിൽ തന്നെ നല്ലൊരു ഭംഗി ഉണ്ടാവും. പിന്നെ ഓറഞ്ച്, മഞ്ഞ, വയലറ്റ്, വൈറ്റ് കളറിലൊക്കെ പൂക്കൾ ഇപ്പോൾ കിട്ടാണ്ട്. വർഷത്തിൽ മഴക്കാലം ഒഴികെ എല്ലാ സമയത്തും പൂവുണ്ടാവുന്ന ഒരു ചെടിയാണിത്. വെള്ളം ഒഴിക്കണം എന്ന് മാത്രം. നല്ല വെയിലുള്ള സ്ഥലത്തല്ല ഉണ്ടാവണം. അത് കാരണം വെള്ളം ഒഴിക്കണം നല്ലോണം. തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് നല്ലോണം കൃഷി ചെയ്യണതാണ്. നല്ല വെയിൽ ഡയറക്റ്റ് 5-6 മണിക്കൂറെങ്കിലും സൺലൈറ്റ് കിട്ടുമ്പോൾ അത് നിറവ് പൂവുണ്ടാവണത്. ഹൈബ്രിഡ് വെറൈറ്റി ആകുമ്പോൾ അത് ബുഷ് പോലെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇത് ഇത്തിരി കുറച്ച് പൊക്കം കൂടും നാടൻ പോലെ ആവുമ്പോൾ. അങ്ങനെയാണ്. പിന്നെ ഗ്രീനും ഓറഞ്ചും കളർ കോമ്പിനേഷൻ വരുമ്പോൾ തന്നെ നമ്മുടെ ഗാർഡനിലും ഒക്കെ ഒരു ഭംഗി. മുല്ലപ്പൂമാലയിൽ മെയിനായിട്ടുള്ളൊരു പൂവാണിത്. കുറച്ച് മുല്ലപ്പൂ കെട്ടിക്കഴിഞ്ഞാൽ കുറച്ച് ഈ കനകാംബരത്തിൻ്റെ പൂവാണ് കെട്ടുക. പണ്ടൊക്കെ ഇത് നല്ലോണം എല്ലാവരും ഇങ്ങനെ യൂസ് ചെയ്യണതായിരുന്നു. പൂവുണ്ടാവാൻ വേണ്ട ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ് പറയാം. ഒരു പോയിന്റ് എന്തിട്ടാന്ന് വെച്ചാൽ സൺലൈറ്റ്, സൂര്യപ്രകാശം 5-6 മണിക്കൂർ ഡയറക്റ്റായിട്ട് കിട്ടണം. പിന്നെ 15 ദിവസം കൂടുമ്പോൾ വേണം നമ്മൾ ചാണകപ്പൊടി, എല്ലുപൊടി എന്നിവ മാറി കൊടുക്കണം. പിന്നെ ഇടയ്ക്ക് പ്രൂൺ ചെയ്യണം. ബഞ്ചസായിട്ടാണ് പൂക്കളുണ്ടാവുക. പിന്നെ പൂവിൻ്റെ ഘടന തന്നെ അടിയിൽ നിന്ന് പൂവുണ്ടായി കൊഴിഞ്ഞു പോയി മുകളിലേക്ക് ഇങ്ങനെ പൂ വരും. ഇത് എല്ലുപൊടിയാണ്. പിന്നെ ചാണകപ്പൊടിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം പൂക്കളുണ്ടാവും. ആദ്യം നമ്മൾ 5 ദിവസം കൂടുമ്പോൾ ഒരു എല്ലുപൊടി കുറച്ച് ചേർക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചാണകപ്പൊടി, അങ്ങനെ മാറി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലോണം പൂക്കളുണ്ടാവുന്നത്. വേറെ ഒരു ശുശ്രൂഷ ആവശ്യമില്ല, നല്ലോണം പൂക്കളുണ്ടാവും. പ്രൂണിങ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൂക്കളുണ്ടായി ഞെട്ടൊക്കെ അപ്പം ഇങ്ങനെ വെട്ടിക്കളയണം. ഞാൻ വെട്ടിക്കളഞ്ഞിട്ടില്ല. വെട്ടിക്കളഞ്ഞാൽ തന്നെ അതിന് ഇല പൊട്ടി ഇങ്ങനെ ഉണ്ടാവും. അതൊക്കെ നല്ലോണം ചെടി ഇങ്ങനെ ബുഷായിട്ടുണ്ടാവും. പൂക്ക ഒഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾ വെട്ടിമാറ്റാം. അപ്പോൾ ഇത് നല്ല ബുഷായിട്ടുണ്ടാവും. നമ്മളിത് കണ്ടാൽ തന്നെ അറിയാം. ഒരു പൂ വിരിഞ്ഞു കഴിഞ്ഞാൽ കണ്ട അതിൻ്റെ അടിയിൽ വേറെ ഇല പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നിറച്ചുണ്ടാവണ സൈസാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചെടി ചട്ടിയിലാണെന്ന് വെക്കണേന്ന് വെച്ചാൽ മണ്ണ് വേണം. വേപ്പ് മണ്ണാക്ക് ചേർത്ത വേരുകേടൊന്നും വരാണ്ട് നമുക്ക് കിട്ടും. അതുപോലെ എല്ലുപൊടിയും ചേർക്കുക, ചാണകപ്പൊടിയും ചേർത്തിട്ട് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. വിത്ത് പൊട്ടി ചെതറിയിട്ടാണ് അത് പ്രൊപ്പഗേഷൻ നടക്കുക. അല്ലെങ്കിൽ പിന്നെ തണ്ട് കുഴിച്ചിട്ടിട്ടും ചെയ്യാം. ഇതുപോലെ തോട്ടത്തിൽ വളർത്തി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിൽ നിൽക്കും. നല്ല ശുശ്രൂഷയൊന്നും ചെയ്യാണ്ട് എല്ലാ കാലത്തും പൂ നിൽക്കും. ഇതുപോലെ നല്ല പെറ്റൽസ്, നല്ല ഭംഗിയുള്ള കളറുകളും കിട്ടും. ഇതുപോലെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് കൊടുത്താൽ നിറവ് ഉണ്ടാവുകയും ചെയ്യും.